13-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. മൂന്നാമത് നാം ഓർക്കേണ്ട കാര്യം, എൻ്റെ ദൈവം ഒരു ദിവസത്തെ ദൈവമല്ല, ഒരു മാസത്തെ ദൈവമല്ല, ഒരു വർഷത്തെ ദൈവമല്ല, കാലങ്ങൾക്കും സമയങ്ങൾക്കും അതീതനായ ദൈവമാണ്. കാലത്തിൻ്റെയും സമയത്തിൻ്റെയും കീഴിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും ക്രോണോസിലായത്, എന്നാൽ കെയ്റോസിലാണ് നമ്മുടെ ദൈവം. കാലങ്ങൾക്കും സമയങ്ങൾക്കും അതീതനാണ് നമ്മുടെ ദൈവം. കാലങ്ങൾ കൊണ്ട് നിർണയിക്കാൻ പറ്റാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെയൊക്കെ കാലഗതികൾ സ്തോത്രം നിർണയിക്കാൻ പറ്റും, പക്ഷേ കാലഗതികൾ നിർണയിക്കാൻ പറ്റാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ അവൻ കെയ്റോസിൽ മാത്രം ഇരിക്കുന്ന ദൈവമല്ല. ക്രോണോസിലേക്ക് ഇറങ്ങി വന്ന് കെയ്റോസിലെ അനുഗ്രഹങ്ങൾ, കെയ്റോസിലെ നന്മകൾ, കെയ്റോസിലെ അനുഗ്രഹങ്ങൾ, കെയ്റോസിലെ വിടുതലുകൾ ക്രോണോസിൽ എത്തിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഈ ആയുസിന്റെ അകത്ത് എനിക്കും നിങ്ങൾക്കും പ്രാപിച്ചെടുക്കത്തക്കവണ്ണം നമ്മുടെ അടുക്കൽ എത്തിച്ചു തരുന്ന ഒരു ദൈവമുള്ളതോർത്ത് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ബർശേബ മരുഭൂമിയിൽ അമ്മയുടെ ഓമനപുത്രൻ യാക്കോബ് കൂടാരവാസിയാണ്. അവൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മരുഭൂമിയിൽ. ദൈവം കൈമാറിയ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 28:15 ഉൽപ്പത്തി പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും. ഹല്ലേലൂയ. ദൈവവേദലേ, എന്നോടും കൂടെ ആ സാന്നിധ്യമുള്ളതോർത്തൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? യാക്കോബിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച സംഭവമാണ്. ഹല്ലേലൂയ. എന്നാലും യാക്കോബിന്റെ കൂട്ടം ഞാനും നിങ്ങളും. നമുക്ക് അത്രയൊക്കെ വിശ്വാസമുള്ളൂ. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് നമ്മുടെ ദൈവത്തിന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ആ യാക്കോബിനോട് കൂടെ ദൈവം ഇരുന്നത് കൊണ്ടാണ് 20 വർഷക്കാലം ലാബാന്റെ ഭവനത്തിൽ അവൻ അധ്വാനിച്ചു. പ്രൈസ് ഗോഡ്. വെറും വട്ടപൂജ്യമായി തീരേണ്ട സ്ഥാനത്ത്, 10 പ്രാവശ്യം പ്രതിഫലം അടിച്ചു മാറ്റിയിട്ടും അവനെ സമ്പന്നനാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം.